ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പിന്നെ സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ചെറിയ ട്രിപ്പ് പോവാണ്. ഹോസ്പിറ്റലിൽ നമ്മൾ വീട്ടിൽ നിന്ന് തൊട്ടിപ്പോൾ ഞാൻ ഓൾറെഡി ട്രെയിനിലിരിക്കുകയാണ്. അത് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പോൾ ഹരിപ്പാട് പോയി എൻ്റെ ഇൻഡോസിനും വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞ് അവിടുന്ന് അമൃതാനന്ദമയ ആശ്രമത്തിലേക്ക് പോകും. പള്ളിക്കാവുള്ള ഇതൊക്കെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ അത് കൊണ്ട് തിരിച്ച് അവരെ വീട്ടിൽ പോയി, ഇൻഡോസിന് വീട്ടിൽ പോയി. നാളെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് നല്ല ഫുള്ളോടെ ഇൻഡോസിനോട് സ്പെൻഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അവിടെയും പോയിട്ട് ഇപ്പോൾ 2 ആഴ്ചയോളമൊക്കെ ആയി. എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം മാക്സിമം. അപ്പോൾ ഇതിനെ കാഴ്ചകളായിട്ട് ഇനിയും വേണം. ഓക്കെ, അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ചെറിയ മഴയൊക്കെ ഉള്ള റെയിൽവേ പ്ലാറ്റ്ഫോം എല്ലാം കുറച്ച് ബെറ്ററാണ്. ട്രെയിന് ലൈക്ലി ടു റീച്ച് ഹെഡ്ക്വാർട്ടർ ബൈ 8:30, 8:45 തോന്നുന്നു. 9 o'clock ആകുമ്പോഴേക്കും എന്തായാലും എത്തുന്നതാണ് ഷുവർ. സോ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഈ യാത്രയ്ക്ക് എല്ലാവരും എൻ്റെ കൂടെ വരും. നമുക്ക് നല്ലൊരു ജേണി ആയിരിക്കും പ്രതീക്ഷിക്കാം. ട്രെയിനിൽ ഈ ട്രെയിനിൽ ഹരിപ്പാട് പോയി ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ വളരെ കൺവീനിയൻ്റ് ആണ്. ഇന്ന് എല്ലാ ദിവസവും ഇല്ല, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. അതുകൊണ്ട് സാറ്റർഡേസിനുണ്ട്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ്. ബിക്കോസ് ഈ റോഡ് കൂടെ ഇപ്പോൾ യാത്ര ചെയ്യാമല്ലോ, അതുകൊണ്ട് വണ്ടി എടുത്ത് പോകാറില്ല. ബിക്കോസ് ഹൈവേസിൻ്റെ കണ്ടീഷൻ എല്ലാവർക്കും അറിയാമല്ലോ, വളരെ മോശമാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാവുമ്പോൾ, വണ്ടിയിൽ ആവുമ്പോൾ, ട്രെയിനിലാവുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് ടയേർഡാവില്ല യാത്ര. ഇന്നത്തെ വെതർ എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ് വെതറായതുകൊണ്ട് നമുക്ക് AC കോച്ച് പോലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫാന്റാസ്റ്റിക് വെതർ. കുറച്ച് റെയിൻ ഉണ്ടാകുന്നേ ഉള്ളൂ, പക്ഷേ ജനറലി ഇറ്റ്സ് ക്വൈറ്റ് കൂൾ. നല്ലൊരു ജേർണി ആയിരിക്കുന്നതാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം കഴക്കൂട്ടം സൈഡിൽ കൂടെ എൻ്റെ ഔട്ട്സ്കേർട്സ് കൂടെ പോവുകയാണ്. അപ്പോൾ നമുക്കെല്ലാം ഈ ഗ്രീനറി എല്ലാം കണ്ട് ഹരിപ്പാട് വരെ യാത്ര. ഇടയ്ക്കിടയ്ക്ക് നല്ല കാഴ്ചകൾ വരുമ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടും സംസാരിക്കാം. മഴക്കാലം കൂടെ ആയതുകൊണ്ട് നല്ല യാത്രയൊക്കെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഗ്രീനറി. അങ്ങനെ നമ്മളിപ്പോൾ കൊല്ലത്ത് മുൻട്രോത്തുരുത്ത് ഭാഗത്തെത്തി. കുറേ കായലും അതിനിടയ്ക്കുള്ള ചെറിയ മിനി ഐലൻഡ്സിൽ താമസിക്കുന്ന ആൾക്കാരും അവരുടെ ജീവിതവും ഒക്കെ ആലോചിക്കുമ്പോൾ നല്ലൊരു രസമാണ്. ഓഫ്കോഴ്സ് അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് വല്ല ഡ്രൈവ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ഫാരിറ്റെയിൽ സ്റ്റോറി പോലെ നോക്കുകയാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടാൽ മനസ്സിലാവും എന്തിനാണ് ഈ വടക്കേ ഇന്ത്യനും അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിനൊക്കെ കേരളത്തിലേക്ക് ആൾക്കാർ വരുന്നത്. ഈ കാഴ്ചകളും ഈ ഭംഗി കാണാനും ഇവിടുത്തെ മാൻഗ്രോവ്സും എല്ലാം കാണാൻ മാത്രമാണ് ആൾക്കാർ വരുന്നത്. ഈ വിഷ്വൽ ബ്യൂട്ടി വേറെ എവിടെയും കിട്ടാനില്ല, കാണാനുണ്ടാവില്ല. മേബി ഉണ്ടാവുമായിരിക്കും, നമ്മൾ മിസ് ഔട്ട് ആവാൻ പാടില്ല. മലയാളീസ് ഇതിനെ എന്തായാലും കണ്ടിരിക്കണം. അവരും കൂടി മനസ്സിലാക്കണം. അവരുടെ സൗഭാഗ്യം അവർ എന്തായാലും മനസ്സിലാക്കണം. സോ യു ക്യാൻ സീ സം മാൻഗ്രോവ്സ് ഓൾസോ ഓവർ ദീസ് പ്ലേസസ്. അപ്പോൾ ഇവിടുത്തെ ഫിഷിങ്ങും ആൾക്കാരൊക്കെ ജീവിക്കുന്നതും ഒക്കെ
അത് വേറൊരു ടൈപ്പ് ഓഫ് ലൈഫാണ്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കേരളം ഇത്രയും പോപ്പുലറും ടൂറിസ്റ്റ് അട്രാക്ട് ചെയ്യുന്നതിനും അതാണ് പാരഡൈസ്. ഈ ഇവിടുത്തെ ലൈഫ് ടഫാണ്, പക്ഷെ ഭംഗിയും ഇതൊന്നും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെറുതെ അല്ല പറയുന്നത് കേരളത്തിൽ. എല്ലായിടത്തും നല്ല വെള്ളമൊക്കെ ഉണ്ട്. കാലാവസ്ഥ ക്ലൗഡി നേരെ കാണുന്ന കായംകുളം ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ട്രെയിന്. കായംകുളം ജംഗ്ഷനാണ് ഇതിന് സ്പ്ലിറ്റ് ആവുന്നത്. ആലപ്പുഴയ്ക്കും കോട്ടയത്തേക്കും പോകാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ട്രെയിനാണെങ്കിൽ ആലപ്പുഴ വിട്ട് പിടിച്ച് നമുക്ക് ഹരിപ്പാട് ഇറങ്ങാണ്ട് പോകാൻ പറ്റും. ആയിരിക്കുന്ന സൈഡിൽ എല്ലാ പ്ലാറ്റ്ഫോം വരുന്നത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ്. സെക്കൻഡ് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ലിഫ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകാനൊക്കെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. ലഗേജൊക്കെ ആയിട്ട് കയറി പോകുന്നുണ്ട്. ലിഫ്റ്റ് കയറി പോയി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ വിൻഡോൻ്റെ ഗ്രില്ലൊക്കെ മഴ തുള്ളി ഇവിടെ നിൽക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം വെറ്റാണ്, മഴ പെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. കൂൾ വെതറാണ്. ഹോപ്പ്ഫുള്ളി നമ്മുടെ ബാക്കിയുള്ള ട്രിപ്പ് ഇതിനെ മഴ ബാധിക്കാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ഹോപ്പ് ചെയ്യണം. എന്തായാലും നല്ല രസമാണ്. ഇങ്ങനത്തെ ഒരു വെതറിൽ ഒരു കേരളം കാണാൻ ഒരു വേനം തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഹരിപ്പാടാണ്. അപ്പോൾ അവിടെ ഇറങ്ങും ഞങ്ങൾ. അത് നേരെ ഇൻഡോസിനെ വീട്ടിൽ പോകാൻ പ്ലാന്. അവിടെ തന്നെ കുളിച്ചും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു ആശ്രമത്തിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ സ്റ്റേഷൻ്റെ കാഴ്ചയും ബാക്കിയുള്ള യാത്രയൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. നമുക്ക് ഇനി അമൃതപുരിക്ക് പോകുന്ന സമയത്ത് ബാക്കി കാണാം. ഇന്ന് രാവിലെ അവിടുന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് ഇൻഡോസിൻ്റെ വീട്ടിൽ പോയി അവിടെ പോയി കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച്
അപ്പോൾ അതെല്ലാം എൻ്റെ കാർ എടുത്തിട്ട് ഇപ്പോൾ മൃഗപരി ആശ്രമത്തിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചില പോർഷൻസിലൊക്കെ കുറേ ആയി, ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലങ്ങളൊന്നും അധികം പണി ആയിട്ടില്ല, എല്ലാം പല സ്റ്റേജ് ഓഫ് കൺസ്ട്രക്ഷനിലാണ്. സൈഡിലൊക്കെ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ കച്ചവടമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ സ്ഥലത്തൊക്കെ. ഇപ്പോൾ നല്ല ക്ലൗഡി വെതറാണ്, ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. ഓവറോൾ വേർപ്പൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളാണ്. എന്തായാലും പക്ഷെ ഒരു സണ്ണി അല്ലാത്തതുകൊണ്ട് ഒരു ഡിമ്മായിട്ടിരിക്കുന്നു, ഡള്ളായിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മണവട് ഡ്രൈവാണ് വീട്ടിൽ നിന്ന് മഴപുരി വരെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഹരിപ്പാടുന്ന് കായംകുളം വന്ന് അവിടെ നിന്ന് ഓച്ചിറ വഴി കറങ്ങി പോകണം. പിന്നെ ഉള്ള റൂട്ടൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ്. ഏതൊക്കെ ഈ ബൈ ലൈൻസ് ഇൻസൈഡ് ഒരു ആൾക്കാരുടെ പോപ്പുലേഷൻ്റെ വീടുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകണം. ഇതുവരെ റൂട്ട് കയറി മനസ്സിലായിട്ടില്ല. ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വലിയ കൺഫ്യൂഷൻ. എല്ലാം ഒരുപോലെ ഇരിക്കുന്ന വഴികളാണ്. നമ്മുടെ ഈ നല്ല യാത്ര കഴിഞ്ഞ് വീണ്ടും സർവീസ് റോഡിലോട്ടേക്ക് കയറിയിട്ടുണ്ട്. സർവീസ് റോഡ് മറ്റേ ബാക്കിയുള്ള മെയിൻ ഹൈവേ ഇനി അവിടെ പാലന്തപുഴം പോകണം. അപ്പോൾ അത് പണി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ മുമ്പിൽ പറഞ്ഞ ഇതൊക്കെ ഇതിനു വേണ്ടി കൺസ്ട്രക്ഷന് വേണ്ടി ഉള്ള വെഹിക്കിൾസാണ്. ക്രെയിനും JCB എല്ലാം ഉണ്ട് ഇപ്പോൾ ഈ ഏരിയയിൽ. അപ്പോൾ ആ വഴിയിൽ കാണാം, ഇതുപോലെ ഒന്ന് കാണാം. ഓക്കെ, നമ്മളിവിടെ ഓച്ചിറയിൽ നിന്ന് ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് ഡൈവേർഷൻ എടുത്തു. അപ്പോൾ ഇവിടെ മിയാൻഡറിങ് റൂട്ട്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് മറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോകുന്നത് ആയുർവേദ ഹോസ്പിറ്റലിലോട്ടൊക്കെയാണ്. ആയുർവേദ ഹോസ്പിറ്റൽ അവിടെ കഴിഞ്ഞിട്ട് നേരെ അമൃതപുരിക്ക് പോകും. അടുത്തടുത്ത് തന്നെയാണ്. ഇവിടുത്തെ വഴികളും വീടുകളും സ്ഥലങ്ങളൊക്കെ ഒന്ന് റൂറൽ ഏരിയ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കിവിടെ നല്ലതായിട്ട് കാണാൻ പറ്റും. കൊല്ലം ഡിസ്ട്രിക്റ്റാണ് ബേസിക്കലി, ബോർഡറിങ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. ഇപ്പോൾ രണ്ട് മർജർ ഓഫ് ടു ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സ് ആണ് ഈ ഏരിയ. രണ്ട് ഡിസ്ട്രിക്ട്സിൻ്റെ സ്വഭാവം ഇവിടെ കാണാം. ഓക്കെ, അപ്പം പിന്നെ കാണാം. ഫുട്ബോൾ സീസൺ അല്ലേ, വേൾഡ് കപ്പൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ പോർച്ചുഗലും ബ്രസീലും അർജന്റീനയും ഓരോ ഫാൻസ് എല്ലാവരും കൂടി ഓരോരുത്തരുടെ ഹോർഡിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വന്നു, കണ്ടു, ഡോക്ടറിനെ കണ്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടായിരുന്നു. എല്ലാം കംപ്ലീറ്റ് ആക്കി ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ആ ഏരിയയിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ് ബിൽഡിങ്ങും ആൻഡ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്വീറ്റാണ്. നല്ല ഒരു ഹോംലി ഫീലാണ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും. സോ ഇപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ഉള്ളത് അമൃതപുരി ആശ്രമമാണ്. ഇന്ന് അമ്മച്ചിയെ ദർശനം നടക്കുന്നതാണ്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, കാണണം. അപ്പോൾ ഈ വഴി വരും ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ മാത്രമാണ് പോകുന്നത്.
ആശ്രമത്തിലേക്ക് എത്തണം. പക്ഷേ അവിടെ പോയി പറ്റിയ നമുക്ക് ലഞ്ച് അവിടെ തന്നെ കഴിച്ചിട്ട് ദർശനത്തിന് നിൽക്കണം. അവിടുത്തെ ഉള്ള സൗകര്യം പോലെ ലഞ്ച് ഇപ്പോൾ ഡിലേയും കുഴപ്പമില്ല. ദർശനം കിട്ടുന്നവർക്കായിട്ട് അതിന് വേണ്ടിയിട്ടാണല്ലോ നമുക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഈ മിയാൻഡറിങ് റോഡ്സ് കൂടെ ഇങ്ങനെ പോകണം. വഴിയൊന്നും ഗൂഗിൾ മാപ്പിൻ്റെ സഹായമില്ലെങ്കിൽ ഒരിക്കലും അവിടെ എത്തുന്നത് തോന്നുന്നില്ല. വഴിയിലെ ഗ്രീനറിയും ഇതെല്ലാം ഉള്ളതുകൊണ്ട് പ്ലസൻ്റ് വെതറും ആയതുകൊണ്ട് നല്ല രസമായിരുന്നു യാത്ര. ട്രാഫിക്കും അധികമില്ല, നല്ല രസത്തിൽ ഇങ്ങനെ പോകാൻ പറ്റി. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. രാവിലത്തെ മഴ കണ്ടപ്പോൾ നല്ല മഴയായിരിക്കുന്നു വിചാരിച്ചു, പക്ഷെ രക്ഷപ്പെട്ടു. നമ്മളിവിടെ കായലിനെ ക്രോസ് ചെയ്യാൻ പോകും. കായൽ ക്രോസ് ചെയ്ത് അക്കരെയാണ് ആശ്രമത്തിൻ്റെ സൈഡ്. കടലിനടുത്ത് സൈഡിലായിട്ട് തന്നെയാണ്. അവിടെ ഒരുപാട് ഫിഷിംഗ് ബോട്ട്സ് എല്ലാം കാണാൻ പറ്റും കായലിൻ്റെ നിർത്തിയിരിക്കുന്നു. ഈ സൈഡ് In 300 meters, turn left onto Azikal Road. Turn left onto Azikal Road. അർജന്റീന കളേഴ്സ് കാണാം. കല്ല് വരെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കും, ബ്ലൂവും വൈറ്റും ഒക്കെ ആയിട്ട്. ഫിഷർമെൻ ഒക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാവരും ഫുട്ബോൾ എൻതൂസിയാസ്റ്റ്. വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ജസ്റ്റ് കോസ്റ്റൽ റോഡാണ്. You can see the Arabian Sea. Beautiful. മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹൈ വേവ്സ് ഒക്കെ ഒട്ടും കാമൻ. കോസ്റ്റൽ റോഡ് കൂടെ പോകുമ്പോൾ ഗൾഫ് സീ ഒക്കെ കാണാം. ഭംഗിയാണ് പ്ലേസ് കാണാൻ. ആശ്രമത്തിലേക്ക് എത്താറായി. ആക്ച്വലി നമ്മൾ ആശ്രമമാണ് നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നത്. പക്ഷെ എൻട്രൻസ് ഗേറ്റ് ഇവിടെയാണ്, സൗത്ത് ഗേറ്റ്. ഇതുവഴി എൻട്രി ചെയ്യുന്നത്. പാർക്കിംഗ് ഇവിടെയാണ്. കിട്ടുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ പാർക്കിംഗ് ഒന്നും കിട്ടിയില്ലായിരിക്കുക. പിന്നെ പുറത്ത് കൊണ്ടേ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ വന്ന് ദർശനം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു. ദർശനം കഴിഞ്ഞ് മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് കാർത്തിക വിളക്കാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സെലിബ്രേഷൻസ് ഇവിടെ ആശ്രമത്തിൽ നടക്കുന്നുണ്ട്. ആശ്രമത്തിൽ തന്നെ ആനയാണ്.
അതിൻ്റെ മുകളിൽ പൂജാരി കണ്ടില്ലേ, വൈറ്റ് കായ് പൂജാരി. അതിൻ്റെ വിളക്കെല്ലാം എല്ലാവരും കത്തിക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന ആൾക്കാരെല്ലാവരും ഈ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ആശ്രമത്തിനകത്തുള്ള അമ്പലത്തിൻ്റെ മുമ്പിലുള്ള സ്ഥലത്ത് വിളക്ക് കത്തിക്കുകയാണ്. ആന അത് കണ്ടെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവിടെ തലയാട്ടി അവിടെ നിൽക്കുകയാണ്. പക്ഷികളെല്ലാം അവർ ഉള്ളിലേക്ക് തിരിച്ചു വരുന്ന സമയം ഒക്കെ നല്ല സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. ആനയാണെങ്കിൽ ഫുൾ മസ്തിയിൽ ഡാൻസ് ചെയ്ത് തലയാട്ടി പഴവും എല്ലാം കൊടുക്കേണ്ടിയിരുന്നു ആൾക്കാർ. അപ്പോൾ അതെല്ലാം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. നമ്മളത് കടൽ തീരത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ കൂടിയാണ്ട് നമുക്ക് ക്ലിയർ സൺസെറ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷേ എക്സ്പീരിയൻസ് ആസ് യൂഷ്വൽ ഓൾവേസ് നമ്മൾ ഈ കടലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ കടലിൻ്റെ എനർജി കൂടി നമുക്ക് കിട്ടും. എത്ര സമയം വേണമെങ്കിലും നമുക്ക് അതിൻ്റെ മുമ്പിൽ ആസ്വദിച്ച് നിൽക്കാൻ പറ്റും. ടൈം പോണതേ അറിയില്ല. കുറച്ച് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അത് അവിടെ ബീച്ചായിട്ടൊന്നുമില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. വേറെ വഴിയിലുള്ള കാര്യങ്ങളൊന്നും കണ്ട് ഇരുട്ടുമായി. നമ്മൾ ഇന്നത്തെ ഡേ ഇതോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും കൂടെ നിൽക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. Pertanyaan lang yan. Hindi lang kasi. Right